സ്പീഡ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷേ വിചാരിച്ച പോലെ നിങ്ങൾ സ്പീഡ് ഡെവലപ്പ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു റീസൺ നിങ്ങളെ ടെക്നിക്സ് റോങ് ആയതുകൊണ്ടാവണമെന്നില്ല. മറിച്ച് ഓരോ റെപ്പറ്റീഷനിടയിൽ നിങ്ങൾ എത്രമാത്രം റെസ്റ്റ് എടുക്കുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ സ്പ്രിന്റ് ചെയ്യുന്ന സമയത്ത് വളരെ വേഗത്തിൽ മസിൽസ് ഫോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ വേഗത്തിൽ എനർജി ലഭിക്കേണ്ടതായിട്ടുണ്ട്. ഇതിനെ സഹായിക്കുന്നത് നമ്മുടെ ഫോസ്ഫജൻ എനർജി സിസ്റ്റമാണ്. സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ മസിൽസിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള ATPയെയും ഫോസ്ഫോ ക്രിയാറ്റിനെയും ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടാണ് അവിടെ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നമ്മളൊരു 50 മീറ്റർ അല്ലെങ്കിൽ 60-70 മീറ്റർ മാക്സിമം ഇന്റൻസിറ്റിയിൽ സ്പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ATPയും ഫോസ്ഫോ ക്രിയാറ്റിനും കംപ്ലീറ്റ് ആയിട്ട് തീർന്നു പോകും. സോ ഇത് റീസ്റ്റോർ ചെയ്യാനുള്ള ടൈം കൊടുക്കാതെ നിങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്പീഡ് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. കാരണം ബോഡി ആ സമയത്ത് എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി മറ്റ് എനർജി സിസ്റ്റങ്ങളെ ആശ്രയിക്കും. ഉദാഹരണത്തിന് ഗ്ലൈക്കോജൻ സിസ്റ്റം അല്ലെങ്കിൽ ഓക്സിഡേറ്റീവ് സിസ്റ്റം. ഇത് നിങ്ങളുടെ എൻഡൂറൻസും അല്ലെങ്കിൽ സ്പീഡ് എൻഡൂറൻസ് ആയിരിക്കും നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാം. സോ അതുകൊണ്ട് മാക്സിമം സ്പീഡ് ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു റെപ്പറ്റീഷൻ കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് 3 to 5 മിനിറ്റ്സ് നിങ്ങൾ റെസ്റ്റ് കൊടുക്കണം. എങ്കിലാണ് നമ്മുടെ മസിൽസിൽ വീണ്ടും ATPയും ഫോസ്ഫോ ക്രിയാറ്റിനും റീസ്റ്റോർ ചെയ്യത്തുള്ളൂ. എങ്കിൽ മാത്രമാണ് നമ്മുടെ മാക്സിമം സ്പീഡ് ഡെവലപ്പ് ചെയ്യാനുള്ള എനർജി സിസ്റ്റത്തെ നമുക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അതുവഴി നിങ്ങൾ സ്പീഡ് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. കൂടുതൽ സയന്റിഫിക് ട്രെയിനിങ് മെത്തേഡ്സിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. ദിസ് ഈസ് ഷെബിൻ. സീ ഇൻ ദി നെക്സ്റ്റ് വീഡിയോ. ബൈ.